വല്യമാവനെയും ആ പത്മാമ്മയെയും ഒന്നിപ്പിക്കാനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എന്റെ കൈകളിലേക്ക് ഞാൻ അറിയാതെ വന്ന പ്രോപ്പർട്ടിയാ. ഞാൻ അച്ഛനോട് എല്ലാം പറഞ്ഞോളാം. അതിന് സ്വസ്ഥമായിട്ട് കാര്യങ്ങൾ പറയാൻ ആ സ്ത്രീ സമ്മതിക്കുവോ? പ്രതാപേട്ടനോട് എന്തെങ്കിലും മിണ്ടാൻ ചെന്നാൽ അവരിടയ്ക്ക് ഒന്ന് ഇടിച്ചു കയറുമല്ലോ. എന്തായാലും ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല ചെറിയമ്മേ. അച്ഛനോട് പറഞ്ഞേ പറ്റൂ. പറയുമ്പോ ഇവിടെ ഒരു പൊട്ടിത്തെറി നമ്മൾ പ്രതീക്ഷിക്കണം മോളെ. ചെറിയമ്മേ, ഇതിൽ കൂടുതൽ ഇനി എന്ത് സംഭവിക്കാനാ? എന്തും വരട്ടെ, രണ്ടും കൽപ്പിച്ച് നമുക്ക് പറയാം. ശരി മോള് വാ. രാജു കൂടെയുള്ളപ്പോ ഇതുപോലെ കഴിവും കരുത്തുമുള്ള പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവൻ കൂടെയില്ലെങ്കിൽ ഇതിൽ പരം ഒരു വിഡ്ഢി വേറെയില്ല. എന്ത് ചെയ്യാനാ, ആ പാവത്തിനെ കരയിപ്പിച്ചു വിട്ടില്ലേ? ചെറിയമ്മേ, ഞാനന്ന് രാജുവിനൊപ്പം പോയാ ഇവരച്ഛനെ കൊല്ലുമായിരുന്നു. രാജുവും ഞാനും തമ്മിൽ ഇങ്ങനെ അകലുമെന്നൊന്നും ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്തായാലും നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ ചെയ്യാം. എല്ലാം പ്രതാപേട്ടനോട് തുറന്നു പറയാം. ഇനി മടിച്ചു നിന്നിട്ട് ഒരു കാര്യമില്ല. രണ്ടും കൽപ്പിച്ച് പറയാം. നീ വാ, നീ വാ മോളെ, വാ. ദീപക് അവിടെ അന്വേഷിച്ച് പോയിരിക്കണോ ചേച്ചി? അതെ പ്രതാപ. ഇത് വല്ലാത്ത പുലിവാലായിപ്പോലോ ചേച്ചി. പ്രതാപേട്ട, ഋതുമോൾക്ക് എന്തോ കാര്യം പറയാനുണ്ടെന്ന്. അതിനെന്തിനാ ഒരു ഇൻട്രോഡക്ഷൻ? അവൾക്ക് എന്നെ ചോദിച്ചൂടെ? ചോദിക്ക, എന്തിനാ ടെൻഷൻ? അത് അച്ഛൻ, ഞാൻ ഇറങ്ങാം. വീട് നീ വീഴും. ആരെങ്കിലും കേൾക്കും. ദീപു വീടാൻ വലിയ മോനൊക്കെ ഇരിക്കുന്നു. അടങ്ങി നിൽക്കും, കളിക്കല്ലേ. ലൈഫ് എൻജോയ് ചെയ്യണം അല്ലേ ഡിയർ? എന്റെ ദീപു എന്താ ഒന്നും മിണ്ടാത്ത? നിക്കവിടെ. ഇത് നിന്റെ US ഒന്നും അല്ല. ഇത് US അല്ലാന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നന്ദന പിള്ള ഇങ്ങനെയാണ്. നീ ആരായാലും എന്താ, ഇതിവിടെ പറ്റില്ല. മനസ്സിലായില്ല? എന്റെ വീട്ടില് നിന്റെ ഈ വിളയാട്ടൊന്നും നടക്കില്ലെന്ന്. നിന്റെ വീടോ? ഇതെങ്ങനെ നിന്റെ വീടാവും? ഇതിപ്പോ നിന്റെ വീടല്ല, എന്റെ വീടാ. ഈ നന്ദന പിള്ളയുടെ വീട്. ഇവിടെ എന്തൊക്കെ മര്യാദ കേട്ടാ വിളിച്ചു പറയുന്നത്? ഞാൻ മര്യാദകേടല്ല പറഞ്ഞേ, ഞാൻ പറഞ്ഞ സത്യമാ, 100% സത്യം. അടങ്ങി നിൽക്കും. ഈ വീടും പറമ്പൊക്കെ ഇപ്പൊ എന്റെ പേരില. അമ്മായിയുടെ അനുഗ്രഹത്തോടെ മരുമോള് ഈ സ്വത്തുക്കളൊക്കെ എന്റെ പേരിൽ എഴുതി തന്നു. അതേന്നേ, ഞാൻ പറഞ്ഞ നുണയാണെങ്കി ഇവളോട് ചോദിച്ചു നോക്ക്, ഇവള് പറയും സത്യം. ഈ അമ്മായി മരുമോളും തമ്മിലുള്ള ഫൈറ്റല്ലേ, ഇതെല്ലാം എന്റെ പേരിലായി. നേരാണോട് ഈ പറയുന്നേ? അതെ വല്യമാവ, വല്യമാവനെയും ആ പത്മാമ്മയെയും ഒന്നിപ്പിക്കാനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട്
എന്റെ കൈകളിലേക്ക് ഞാൻ അറിയാതെ വന്ന പ്രോപ്പർട്ടിയാ. ഞാനിതെന്തിനു വേണ്ടാന്ന് വെക്കണം? ഞാൻ ചോദിച്ചതിന് ഉത്തരം തന്നില്ല. എവള് പറയുന്നത് നേരാണോന്ന് ചോദിച്ചതിന് മറുപടി പറയടി. നന്ദനം, അതെ അച്ഛാ. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. നന്നായി, എനിക്ക് സന്തോഷമായി. എല്ലാം ഇവിടെ പൂർത്തിയായി. ഫിനിഷ്. കുളവും കലക്കി പഴുതിന് തീറ്റയും കൊടുത്തു. പരസ്പരം മത്സരിച്ച് ഒടുവില് കിടപ്പാടം വരെ കയ്യിൽ നിന്ന് പോയി. തന്നിഷ്ടം കൊണ്ട് വരുത്തി വെച്ചത് രണ്ടും കൂടെ അനുഭവിച്ചോ? നന്ദനം, അടങ്ങി നിൽക്ക്. ഒന്ന് അടങ്ങി നിൽക്ക്. ഹലോ, ഒടുവില് അതും കയ്യിൽ നിന്ന് പോയി. പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഒഴിയാനാ ഓർഡർ. നമുക്ക് ഉറങ്ങാം. നേരെ ഒരുപാടായില്ലേ? ഇങ്ങോട്ട് കണ്ടില്ലേ, മുഖത്ത് ആട്ടിയിട്ടാ അവൻ അവളെ വിളിച്ചോണ്ട് പോയത്. ഇതിനൊക്കെ കാരണക്കാരൻ ഞാനാ. എനിക്കിത് കിട്ടണം. കാലം കണക്ക് ചോദിക്കാതെ വിടില്ലെന്ന് വേണുവട്ടം പറഞ്ഞത് ശരിയാ. അത് അറം പറ്റിയതുപോലെ ആയില്ലേ? അച്ഛാ, നടന്ന കാര്യം ഞാൻ പറയാം. എനിക്കൊന്നും കേൾക്കണ്ടേ നീ? സ്വത്തും പോയി, സൽപ്പേരും പോയി, എല്ലാം പോയി. ഈ പോക്ക് പോയാ 1 or 2 വർഷം കൊണ്ട് അവനും അവളും കൂടി ഇതും തീർത്തോളൂ. പിന്നെ പെരുവഴി ആധാരം. അച്ഛാ, താക്കോലോട് വെച്ചാൽ മതിയെന്ന് രാമകൃഷ്ണൻ പറഞ്ഞത്. എന്റെ മുന്നിക്കയില്ലമ്മേ, ഞങ്ങൾ ഇവിടുന്ന് പോവുക. പലരും പല വഴിക്ക്. എല്ലാവരും കാത്തോണേ. പോവാൻ വേണു ഏട്ടാ.